അപ്പോൾ അതാ അങ്ങനെ പിറന്നാളിന് വന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് അവരെ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങളും അമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ മക്കളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം സോനു അപ്പം കൂടി അമ്പാടിക്ക് വാരിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടി അവിടെ കസാലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓന് ഓലെ തൊയിരം കെടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനും അമ്മയും അച്ഛനും അനിയത്തി മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ മേമ ഭക്ഷണം കഴിച്ച് പോയി. മേമയ്ക്ക് കടയിൽ ഇപ്പോൾ വന്നപ്പോൾ മേമ പോയി. അപ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അധികം ആൾക്കാരൊന്നും വിളിച്ചില്ല. അപ്പോൾ ചെറിയൊരു സദ്യ ഉണ്ടായിട്ടുള്ളൂ. അവിയൽ, ഉപ്പേരി, അച്ചാർ, പപ്പടം, പുളിയിഞ്ചി, അതേപോലെ രസം, മോര്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ പായസം ഉണ്ടാക്കിയത് അരിപ്പായസമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എപ്പോഴും ഇവിടെ ചെറുപയറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു അരിപ്പായസം ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കട്ടെ ഇനി ഭക്ഷണം കഴിക്കാൻ. അമ്മമ്മ വെട്ടടാ വീഡിയോ കൂടി എടുക്കാണ്ട് അമ്മൂമ്മ അമ്മൂമ്മ തിന്നാൻ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ചോറിനൊക്കെ കഴിയാനായിട്ട് അച്ഛനെ കുറേ വിളിച്ച് ചോറിനാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട പറഞ്ഞിട്ടേ അച്ഛന് 2 ഗ്ലാസ് പായസം കുടിച്ചിട്ട് തന്നെ അച്ഛനിപ്പോൾ വയറ് നിറഞ്ഞപ്പോൾ ചോറ് വേണ്ട പറഞ്ഞിട്ടോ. അപ്പോൾ അത് അച്ഛനട്ടന്ന് പായസം വെച്ചത്. അച്ഛനാണ് ഇവിടെ വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അടിപൊളി പായസമായിരിക്കും കേട്ടോ. അച്ഛന് ചെറുപയർ പായസം, അതേപോലെ അരിപ്പായസം, അതാണ് കൂടുതൽ ഇവിടെ ഉണ്ടാക്കുക കേട്ടോ. അടപ്രഥമന് അതേപോലെ സേമിയ പായസം അതൊന്നും അങ്ങനെ അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ വർത്താനം പറയാച്ചിട്ട് ഉമ്മർത്ത് വന്നിരിക്കുക കേട്ടോ. അല്ല അച്ഛങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ പോരെ. നിങ്ങളോട് എന്തിനാ ഞങ്ങള് ഗ്യാസ് പിന്നെ മിക്സിന്റെ ജാറ് വാങ്ങാൻ പറഞ്ഞ അമ്മേനെ നല്ലോ കാട്ടും. ഒരടിയോട് കൊടുത്തോളാം, ഒരടിയോട് കൊടുത്തോളാം. ഇന്നല്ല അച്ഛനെ പോയിട്ട് അമ്മേനെ പോയിട്ട് ഒരു അടി കൊടുത്തത്. എന്തിനാ നിങ്ങൾ ഒച്ച ഉണ്ടാക്കണോ വെച്ചൊക്കെ പോയിട്ട്? അമ്പാടി വലിച്ചിട്ടാണ് ഈ ചെരുപ്പ്. എന്റെ അമ്മേ ഇതൊക്കെ അമ്പാടി വലിച്ചതാ. അങ്ങോട്ടേക്ക് വരുന്നപ്പോഴേക്ക് ഇവിടെ ആകെ ചെരുപ്പ് അല്ലാണ്ട് ആകെ ചെരുപ്പ് അവിടെ കൊണ്ടിട അവിടെ കൊണ്ടിട്ട് അപ്പൊ കിട്ടണ്ടേ. ഇപ്പം തോർത്തിന്റെ എടുക്കാൻ വേണ്ടി കൈ ഇവിടെ വെച്ചിട്ട് തോർത്തിന്റെ എടുക്കാണ്. ഇപ്പം അതൊരു വാതിൽ അടച്ചു, കൈന്റെ വിരല് അതിന്റെ ഉള്ളിൽ. മുളക് മൊത്തം അറക്കും പോയിട്ട് ദിവസം അതിന് മുളക് ഉണ്ടാകാൻ സമ്മതിക്കില്ല. ആ തോടിന്റെ അകത്ത് ആ തോടിക്ക് നോക്കും ഇവിടേക്ക് ഇറങ്ങാൻ നോക്കുക. എങ്ങോട്ട് പോകാൻ പാടം വരില്ലേ? തോടിന്റെ അകത്ത് എപ്പഴ സമയമില്ല അമ്മ അന്ന് സമയമില്ലേ? ഇനി പാൽച്ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സമയമില്ല. അതൊക്കെ ഇപ്പൊ വരും. അമ്മ സ്വത്ത് ഉറങ്ങി നീച്ചാ ആര് നോക്കണത്? എന്തൊക്കെയാ അത് കാട്ടുന്നത് ഭഗവാനെ? കാലം നോക്കി അമ്മ, അമ്മ കിച്ചന്റെ കാലം നോക്കി നോക്കിങ്ങളെ. അല്ലെ പായസം കൊണ്ടുപോയി
ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പായസം പിന്നെ കറി സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ കുറച്ച് ബേക്കറി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ബസ്സിൽ പോകുമ്പോൾ. അപ്പോൾ ഞാനാണെങ്കിൽ ബസ്സിൽ തന്നെയാണ് പോകാമെന്ന് ഞാൻ കരുതിയത് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, ഈ വൈകുന്നേരം സമയത്തൊക്കെ ബസ്സിന് പോകാറുണ്ട് ഭയങ്കര തിരക്കാവും, പിന്നെ മഴയും പെയ്ത് കഴിഞ്ഞാൽ ഈ മക്കളെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അച്ഛൻ അദ്ദുക്കാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ലേ സങ്കടം, മക്കൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ബസ്സിനൊക്കെ പോകുക പറയുമ്പോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛന് ഭയങ്കര സങ്കടമായിട്ടോ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനൊക്കെ പോകുക പറഞ്ഞാൽ. അപ്പോൾ അച്ഛൻ പറയും ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോയാൽ മതി പറയും. ഞാൻ അവിടുന്ന് വരുമ്പോൾ ബസ്സിനാണ് വരിക കേട്ടോ. അപ്പോൾ അച്ഛൻ ഓട്ടോറിക്ഷ വിളിച്ചെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ അതാ എനിക്ക് അമ്മമ്മേനെയും കാണട്ടെ. അമ്മമ്മ അവിടെ തറവാട്ടുണ്ട്. അപ്പോൾ അമ്മമ്മേനെയും കണ്ടിട്ടാണ് പോകാൻ നേരത്തി. പിന്നാണെങ്കിൽ തീരെ താല്പര്യമില്ല കേട്ടോ പോരാൻ. അപ്പോൾ സ്കൂളിലെ കാരണം അപ്പോൾ അവനെ കൊണ്ടുപോകണ്ട. അപ്പോൾ ഇനിയിപ്പോൾ അനിയത്തി വരുന്നുണ്ട്. അപ്പോൾ അനിയത്തി വരുമ്പോൾ 2 ദിവസം നിൽക്കാൻ വരാതെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ കൊണ്ടുപോകാൻ കേട്ടോ. ഇപ്പോൾ ഓരോ സൂര്യ അതൊക്കെ കാത്തുക്കുണ്ട്. മണേട്ടൻ അതാണ് മണി പോണ പോലെ എനിക്ക് നഷ്ടത്തരല്ലേ. 16-ാം തീയതി 16-ാം തീയതി ലീവ് പറഞ്ഞാണ്. ചൊവ്വാഴ്ച. അപ്പൊ ശനിയാഴ്ച ലീവ് പോയിക്കോട്ടെ. വെള്ളി ശനി നാല് തിങ്കൾ നിൽക്കാം, ചൊവ്വാഴ്ചക്ക് പോയാൽ മതിയല്ലോ. എന്നാ ശരി കേട്ടോ. പിന്നെ ആ വെള്ള ഡ്രസ് നിങ്ങൾ വണ്ടിയിൽ പോരി. വണ്ടിയിൽ വരികേ? ഞങ്ങൾ വണ്ടിയിലാണ് വരിക. ഞാൻ അമ്മമ്മേനെ കണ്ടിട്ട് ഞാനെന്താ വണ്ടി സോനിയോട് പറയാം. അമ്പാടി എവിടെ എല്ലാതും എടുത്തില്ലേ? നിങ്ങൾ പോയിക്കോളിട്ടോ. ഞാൻ അച്ഛമ്മേനെ കണ്ടു വരാം. അല്ല അച്ഛമ്മേനെ കാണട്ടെ. അല്ല ഞാൻ പോവാണേ. ഞാൻ പറന്നാളിന് വന്നിരുന്നില്ലേ? എന്ത് കിടക്കണു? എന്ത് എന്താ തല ചുറ്റിയാ? സോക്സ് ഇട്ടുകൂടുന്നില്ലേ? അതുണ്ടെങ്കിൽ കുട്ടികളുണ്ട് ഞാൻ കൊല്ലാ. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ രാവിലെ വന്നതല്ലേ. ഞാൻ രാവിലെ